നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രശസ്തമായ പെർത്ത് മിൻറ്റിലാണ്. ലോകത്തിലെ ഏറ്റവും വിലമതിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലാണ്. 1899കളിൽ പ്രവർത്തനമാക്കിയ ഈ പെർത്ത് മിൻറ്റ് ഇന്നും സജീവമായ ഗോൾഡ് കോയിനുകൾ നിർമ്മിക്കുന്ന ഒരിടമാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ചരിത്രപരമായ പ്രധാന സ്ഥാപനങ്ങളിലൊന്നാണ് പെർത്ത് മിൻറ്റ്. 1899കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട ഈ മിൻറ്റ് അന്നത്തെ സ്വർണ്ണവേട്ടക്കാലത്ത് ലഭിച്ച സ്വർണം ശുദ്ധീകരിക്കുകയും നാണയങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നതിനായി ആരംഭിച്ചതാണ്. കൽഗുരുളി, കൂൽഗാർഡി പോലുള്ള സ്വർണ്ണഖനന പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി സോവറൈൻ നാണയങ്ങൾ ഇവിടെ നിർമ്മിച്ചിരുന്നു. അതിനാൽ തന്നെ പെർത്ത് മിൻറ്റ് ഈ സമയത്ത് ബ്രിട്ടീഷ് റോയൽ മിൻറ്റിൻ്റെ ഔദ്യോഗിക ശാഖയായിരുന്നു. ഇതാണ് നിക്കോൾ, നമ്മുടെ ടൂർ ഗൈഡ്. പെർത്ത് മിൻറ്റിൻ്റെ സ്ഥാപനത്തെപ്പറ്റിയും അതിൻ്റെ ചരിത്രത്തെപ്പറ്റിയും നമുക്ക് വിവരിച്ചു തരികയാണ് നിക്കോൾ. ഇനി നമുക്ക് ഈ ബെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇതിനുള്ളിലെ ഗോൾഡ് നഗറ്റ്സും ഗോൾഡ് കോയിൻസും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ വലിയൊരു സ്വർണ്ണ നാണയം കാണാം. ഒരു വശത്ത് എലിസബത്ത് രാജ്ഞിയുടെയും മറുവശത്ത് കങ്കാരുവിൻ്റെയും ചിത്രം പതിപ്പിച്ച ഒരു സ്വർണ്ണ നാണയം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നാണയം. ഏകദേശം 1 ടൺ ഭാരമുണ്ട് ഇതിന്. 99.99% ശുദ്ധമായ ഗോൾഡ് തന്നെയാണിത്. പഴയകാലത്ത് സ്വർണം അന്വേഷിച്ചു പോയിരുന്നവർ ഉപയോഗിച്ചിരുന്ന ഒരു സൈക്കിളാണ്. ഈ സ്വർണ്ണങ്ങളൊക്കെയും വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഖനനം ചെയ്തവയാണ്. ഇവയെല്ലാം മനോഹരമായി തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പല വലുപ്പത്തിലും ഭാരത്തിലുമുള്ള സ്വർണ്ണങ്ങളാണ് ഇവയൊക്കെയും. ഈ കാണുന്നതൊക്കെയും സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങളാണ്. ഇതെല്ലാം ഇവിടെ തന്നെ നിർമ്മിച്ചവയാണ്. ഇതുണ്ടാക്കിയ വർഷം, ഇതിൻ്റെ ഏകദേശ മൂല്യം എന്നീ വിവരങ്ങൾ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. നിക്കോൾ സ്വർണം എങ്ങനെയാണ് ഒരുക്കുന്നതെന്നും അതെങ്ങനെ ഒരു ബിസ്ക്കറ്റ് രൂപത്തിലേക്ക് മാറ്റുന്നുവെന്നും വ്യക്തമായി കാണിച്ചു തന്നു. There you guys have our gold bar. But this gold bar here is still way too hot for me to attempt to pick up. They don't pay me enough for that. So, we're done getting here. And in 3, 2, 1, there you guys have your nice, shiny, new gold bar. But as you can hear, and you can see, look at all that steam. അടുത്തതായി നമുക്കിവിടെ ഗോൾഡ് കോയിൻ്റെ ഷേപ്പിലുള്ള ഒരു സുവനിയർ നമുക്ക് തന്നെ ഇവിടെ ഉണ്ടാക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.